നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഈ സ്പെഷ്യൽ ബിരിയാണി അല്പം സ്പെഷ്യലായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു 2 തണ്ട് പുതിന, ഒരു ചെറിയ പിടി മല്ലിയില, അതുപോലെ തന്നെ ഇഞ്ചി ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി മാറ്റണം. ഇപ്പോൾ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കിലോളം ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മളിപ്പോൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ലെമൺ, അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിപ്പിച്ച് വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നേരം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ട റൈസാണ് എടുക്കുന്നത്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു 4 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം നമുക്കിതിനെ വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ റൈസ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നമുക്കിതിനെ വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ സെല്ലർ റൈസ് ഒക്കെയാണ് കയ്യിലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനൊരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വാർത്തെടുക്കാം. ഇനി എടുക്കുന്നത് തേങ്ങയാണ്. അപ്പം ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാല് നമുക്ക് വേണം. അപ്പം നമ്മൾ വിചാരിക്കുക എന്തിനാണ് തേങ്ങ ബിരിയാണിക്കുന്നത്, അവിടെയാണ് അതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാല് അളവിലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് 6 ഗ്ലാസ് തേങ്ങാപ്പാല് നമുക്ക് തയ്യാറാക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങയെ പാലാക്കി മാറ്റാം. ഇപ്പോൾ ഇവിടെ തേങ്ങാപ്പാല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 6 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായി. നമുക്കിനി പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റുകയാണ്. ഈ പാനിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. ഇത് കളയേണ്ട ആവശ്യം വരും. ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൗകര്യത്തിനാണ് ഞാൻ ഉരുളി എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തില്ലേ, അതിൽ ബാക്കിയുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 5 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ ബിരിയാണിയിൽ സവാള ഒന്നും വറുത്തിടുന്നില്ല. അതുപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊന്നും വറുത്തിടുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അരപ്പും ചേർത്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് നേരം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് പോകുന്ന വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന തൈരിന് അധികം പുളി ഉണ്ടാവില്ല. പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അളവ് കുറച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല.
ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനും മസാലയും എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഫ്ലെയിമൊക്കെ ലോ ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി റൈസ് വേവിക്കാം. റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. 2 മിനിറ്റ് ഇതൊന്ന് ഇന്നിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഈ റൈസ് നമ്മൾ 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ്. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. അരമുറി ചെറുനാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മൂടിടാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി. വെള്ളം മുഴുവനായിട്ട് വറ്റുകയാണെങ്കിൽ റൈസ് പാകം എന്നാണ് അർത്ഥം. റൈസ് കുക്കായോ നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചേർത്തിട്ടുള്ള പാലെല്ലാം വറ്റിയിട്ടുണ്ട്. റൈസ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഒരു 80% കുക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി ഇതിൽ നിന്ന് മാറ്റാണ്. നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. അപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കുറച്ചേരിട്ട് വേവിച്ചു. ഇനി ഞാൻ ഈ റൈസ് ഇതിൻ്റെ മേലെ ഇട്ടെടുക്കാൻ പോവാണ്. ഈ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോഴേ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അമർത്തി കൊടുക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വേറെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും വറുത്തിട്ടില്ല. ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് പുതിനയല്ലേ. അപ്പം ഇനി ഇത് മൂടിയിടാണ്. ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉരുളിയൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലൊരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ചാൽ മതി. ഇനി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെരി ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ അങ്ങനെ ഇളക്കിയെടുക്കാം. ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കണ്ടോ. അപ്പോൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.